ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. നമ്മൾ ഇന്നിവിടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗരം മസാല എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത്. അതിനായി ഒരു 1/4 കപ്പ് പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ ഏലക്കയുടെ തൊലി കളഞ്ഞെടുക്കണം. തൊലിയോട് കൂടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തക്കോലം, ഒരു വലിയ കഷ്ണം പട്ട, ഒരു ജാതിക്കയുടെ ജാതിപത്രി ഒരെണ്ണത്തിൻ്റെ, അതായത് 2 കഷ്ണമുണ്ട്. പിന്നെ ഒരു ജാതിക്കയുടെ പകുതി. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഏലക്ക തൊലി കളഞ്ഞെടുക്കണം. അതുപോലെ തന്നെ പട്ട നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ജാതിക്കയുടെ കുരു, അതും നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. തക്കോലവും അതുപോലെ തന്നെ പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയതും, പിന്നെ ജാതിക്കയും ചെറിയതായിട്ട് ഒന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്രിസർവേറ്റീവ്സും മായവും ഒന്നും ചേർക്കാത്ത നല്ല ഗരം മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ജാതിക്കയും ജാതിപത്രിയും ഇതൊക്കെ ചേർന്ന് വരുന്ന കാരണം ഇതിന് നല്ല ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ കറികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാല ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരുപാട് നമ്മൾ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ആ ഫ്ലേവർ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ചെറിയ അളവിൽ ഉണ്ടാക്കി വെക്കുകയാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ യൂസ് അനുസരിച്ച് ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ കട്ടി ഉള്ള, അതായത് പട്ടയും ഗ്രാമ്പും തക്കോലും ഒക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കാണ് ഞാൻ അതിലേക്ക് ഏലക്കയുടെ കുരുവും അതുപോലെ തന്നെ പെരുംജീരകവും ചേർത്ത് കൊടുത്തു. ഇനി ഈ പെരുംജീരകം ഒന്ന് പൊട്ടി വരണം. ഒരുപാട് മൂത്ത് പോയാൽ അതിൻ്റെയൊക്കെ ഫ്ലേവർ നഷ്ടപ്പെടും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഇല്ലല്ലോ, എല്ലാം ഉണങ്ങിയതല്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടുകയും ചെയ്യും. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ആ ചൂടിൽ തന്നെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരും. എന്നിട്ട് നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടിത് പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇതാ നോക്കിക്കേ, സ്വാദിഷ്ടമായ ഗരം മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കുക. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരുന്നോളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. ഫ്ലേവർ നഷ്ടപ്പെടാതിരിക്കാൻ എപ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ച് സൂക്ഷിക്കുക. ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗരം മസാല ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.